ജപ്പാനിൽ ശക്തമായ ഭൂചലനത്തിന് പിന്നാലെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി. വടക്കൻ ജപ്പാനിലാണ് റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയത്. ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാനായി അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സന്ധ്യ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സന്ധ്യ, ഇപ്പോൾ ഈ അനുഭവപ്പെട്ട ഭൂചലനത്തിൽ എത്രമാത്രം നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്? ഒപ്പം തന്നെ സുനാമി മുന്നറിയിപ്പ് കൂടി വരുമ്പോൾ എത്രമാത്രം ജാഗ്രതയിലാണ് ജപ്പാൻ? അക്ഷയ, പുതുവർഷം തുടങ്ങിയപ്പോൾ വലിയൊരു ദുരന്തത്തിനാണ് ജപ്പാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ ഭൂചലനമായതിനാൽ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇഷിക്കാവ, നിഗറ്റ, ടൊയോമ എന്നീ തീരപ്രദേശങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം 33,000-ഓളം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി നഷ്ടമായിരിക്കുകയാണ്. അതുപോലെ തന്നെ വടക്കൻ ജപ്പാനിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആളുകളോട് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനിയും ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണ്ടായ ഭൂചലനം അതിശക്തമായ ഭൂചലനം തന്നെയാണ്. റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി വീടുകളിൽ വൈദ്യുതി നഷ്ടമായിരിക്കുന്നു. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്ഷയ. സന്ധ്യ, എത്രമാത്രം പ്രദേശത്തെ ഈ ഭൂചലനം ബാധിച്ചിട്ടുണ്ട്? മാത്രമല്ല, ഇപ്പോൾ സുനാമി മുന്നറിയിപ്പ് വരുമ്പോൾ എവിടങ്ങളിലൊക്കെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? വടക്കൻ ജപ്പാനിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇഷിക്കാവ, നിഗറ്റ, ടൊയോമ എന്നീ തീരപ്രദേശങ്ങളിലാണ് സുനാമിയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ ഭൂചലനമായതുകൊണ്ട് തന്നെ സുനാമി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ തീരപ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പല വീടുകളിലും ഈ പറഞ്ഞ പോലെ 1,00,000-ഓളം വീടുകളിലാണ് വൈദ്യുതി നഷ്ടമായിരിക്കുന്നത്. നിരവധി നാശനഷ്ടങ്ങൾ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കുന്നത് വടക്കൻ ജപ്പാനിലാണ്. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അവിടുത്തെ ജനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും അധികൃതർ ആളുകൾ ഒറ്റപ്പെടുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു പുതുവത്സര പുലരിയിലാണ് ഇങ്ങനെയൊരു അത്യാഹിതം, ഇങ്ങനെയൊരു ദുരന്തം ജപ്പാനെ തേടിയെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം, ദുരന്ത നിവാരണമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? സന്ധ്യ, പുതുവത്സര പുലരിയിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത് വളരെ വലിയൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. രക്ഷാപ്രവർത്തനം സജീവമായി നടക്കുന്നുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാണ്. രക്ഷാപ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്ഷയ, എന്തായാലും ഇനിയും ഭൂചലനം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ആൾക്കാരെ മാറ്റുകയാണ്. ആളുകൾ ഉയർന്ന പ്രദേശത്തേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകുന്നുണ്ട്. ശരി, സന്ധ്യയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.